السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയിലെ 96-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനതിൻ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. ഇവിടെ ഈ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വലതജിദന്നഹും, തീർച്ചയായും അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. അഹ്റസന്നാസ്, മനുഷ്യരിൽ ഏറ്റവും മോഹമുള്ളവരായി, അല്ലെങ്കിൽ മനുഷ്യരിൽ ഏറ്റവും ആർത്തിയുള്ളവരായി, അല ഹയാത്തിൻ, ജീവിതത്തിന്, വമിനല്ലദീന, യാതൊരു കൂട്ടരെക്കാളും, അശ്റകൂ, അവർ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചു, യവദ്ദു, മോഹിക്കുന്നു, അഹദുഹും, അവരിൽ ഒരാൾ, ലൗ യുഅമ്മർ, അവന് ദീർഘായുസ് നൽകപ്പെട്ടിരുന്നെങ്കിൽ എന്ന്, അൽഫ സനത്തിൻ, 1000 കൊല്ലം, വമാ ഹുവ, അതല്ല താനും, ബിമുസഹ്സിഹിഹി, അവനെ അകറ്റിക്കളയും, മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന്, അൻ യുഅമ്മർ, അവന് ദീർഘായുസ് നൽകപ്പെട്ടാൽ, വല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല, ബസീറുൻ, കണ്ടറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി. അപ്പോൾ സഹോദരങ്ങൾ, ഈ ആയത്തുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ സാരം നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ തന്നെയും അവരിൽ ഓരോരുത്തരും മോഹിക്കുന്നു തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നതെങ്കിൽ എന്ന്. അവന് ദീർഘായുസ് നൽകപ്പെടുന്നത് അവന് ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ല താനും. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ തുറന്നു കാണിക്കുന്നതാണ് നമ്മൾ ഈ 96-ാമത്തെ ആയത്തിലൂടെ കാണുന്നത്. സ്വർഗം ഞങ്ങളുടെ കുത്തകയാണ് എന്ന് വാദിക്കാറുള്ള, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ഞങ്ങളല്ലാതെ മറ്റാരും ആ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വാദിക്കുന്ന ഈ യഹൂദികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിക്കുന്നതായിരുന്നു കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ പഠിച്ചത്. സ്വർഗമെന്ന് പറയുന്നത് അത് യഹൂദികൾക്ക് മാത്രമുള്ളതായിരുന്നു എങ്കിൽ, ഈ രൂപത്തിൽ സംസാരിക്കാറുള്ള യഹൂദികളുടെ വാദം അത് സത്യസന്ധമാണ് എങ്കിൽ, ഈ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു മുബാഹലയിലൂടെ മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് യഹൂദികൾ തയ്യാറാകാതിരുന്ന ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ കണ്ടത്. എന്നാൽ സഹോദരങ്ങളെ, ഈ 96-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത് വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്ത്, നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും. വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും, ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ തന്നെയും അവരിൽ ഓരോരുത്തരും മോഹിക്കുന്നു, ലൗ യുഅമ്മറു അൽഫ സന, തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നതെങ്കിൽ എന്ന്. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ, അവന് ദീർഘായുസ് നൽകപ്പെടുന്നത് അവനെ ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ല താനും. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എല്ലാ മനുഷ്യരെക്കാളും, എന്തിനേറെ പരലോകത്തിൽ വിശ്വസിക്കാത്ത ബഹുദൈവ വിശ്വാസികളെക്കാളും ഈ ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് യഹൂദികൾ എന്നാണ്. 1000 കൊല്ലമൊക്കെ ആയുസ് തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് ഈ യഹൂദികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. വാസ്തവത്തിൽ
ആർക്കെങ്കിലും ഈ ദുനിയാവിൽ 1000 കൊല്ലത്തെ ജീവിതമൊക്കെ ലഭിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് അള്ളാഹു ആ മനുഷ്യന് അവൻ ചെയ്തു പോയ തിന്മകൾക്ക് അനുസൃതമായുള്ള ശിക്ഷയിൽ യാതൊരു ഒഴിവും ലഭിക്കാൻ പോകുന്നില്ല എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഹൂദികൾക്കുണ്ടായിരുന്ന പൊള്ളയായ ഒരു വിശ്വാസം, അതായത് സ്വർഗലോകം, ആ സ്വർഗലോകം മറ്റുള്ളവർക്കൊന്നും അവകാശപ്പെട്ടതല്ല. സ്വർഗമെന്ന് പറയുന്നത് അത് യഹൂദികൾക്ക് മാത്രം അള്ളാഹു ഒരുക്കി വെച്ചതാണ് എന്ന വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു വാദം ഉന്നയിച്ചിരുന്ന യഹൂദികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു മുബാഹലക്ക് തയ്യാറാകണം, അഥവാ ആ മുബാഹലയിലൂടെ മരണം നിങ്ങൾ ആഗ്രഹിക്കണം, യഹൂദികൾക്ക് മാത്രമായി ഒരുക്കി വച്ചിട്ടുള്ള മരണം നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യഹൂദികൾ ആ ഒരു മുബാഹലയിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണ് ഉണ്ടായത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാവുന്ന കാര്യമാണ്, അവർ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് ഈ യഹൂദികൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അത് അവർക്ക് ഏറെ വെറുക്കപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ഈ ദുനിയാവിലെ ജീവിതം അവരെ സംബന്ധിച്ച് അതവർക്കൊരു സ്വർഗമായിരുന്നു. അതുകൊണ്ട് മറ്റേതൊരു മനുഷ്യരെക്കാളും ജീവിതത്തോട് ആർത്തിയുള്ളവരായിട്ടാണ് ഈ യഹൂദികളെ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്ത്, നിശ്ചയമായും മനുഷ്യരിൽ വെച്ച് ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരായി അവരെ നീ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന്. പിന്നീട് അവർ എത്രത്തോളം ഈ ദുനിയാവിനെ സ്നേഹിക്കുന്നു എന്ന് നോക്കുകയാണ് എങ്കിൽ അവരുടെ ഹൃദയം നന്നായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവിനോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. വാ മിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും, ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ തന്നെയും അവരിൽ ഓരോരുത്തരും മോഹിക്കുന്നു ലൗ യുഅമ്മറു അൽഫസന, തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നത് എങ്കിൽ എന്ന്. തനിക്ക് 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നതെങ്കിൽ എന്ന് അവർ മോഹിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഒരു വേദഗ്രന്ഥത്തിലും വിശ്വസിക്കാത്ത, ഒരു പ്രവാചകന്മാരിലും വിശ്വസിക്കാത്ത, കൃത്യമായ പരലോക വിശ്വാസമില്ലാത്ത ആളുകളാണ് മുശ്രിക്കുകളായ ആളുകൾ. ഈ മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്കാണ് വാസ്തവത്തിൽ ഈ ദുനിയാവിനോട് കൂടുതൽ അത്യാർത്തി കാണിക്കുന്ന സ്വഭാവം പ്രകടമാകാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്, യഹൂദികൾ അവർക്ക് ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരെക്കാൾ കൂടുതൽ ഈ ദുനിയാവിൽ ജീവിക്കുവാൻ ആർത്തിയുള്ളവരാണ്, തനിക്കൊരു 1000 കൊല്ലം ആയുസ് നൽകപ്പെട്ടിരുന്നതെങ്കിൽ എന്ന് കരുതുന്നവരാണ് ഈ യഹൂദികൾ. ഈ ഒരു ആഗ്രഹം അതവരുടെ അത്യാഗ്രഹത്തിന്റെ ഏറ്റവും ഉയർന്ന ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന, ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത ഒരു കാര്യമാണ് ഈ യഹൂദികൾ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഈ യഹൂദികൾക്ക് അവർ ആഗ്രഹിച്ച പോലെ 1000 കൊല്ലത്തെ ദൈർഘ്യമുള്ള ആയുസ് ലഭിക്കുകയാണ് എങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന സ്വഭാവം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും ഈ ഒരു വിഭാഗത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം പ്രതീക്ഷിക്കാൻ പഴുതുകളില്ല എന്നാണ് ഈ യഹൂദികളുടെ ചരിത്രം നമുക്ക് അറിയിച്ചു തരുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ച രൂപത്തിലുള്ള ഒരു ആയുസ് അവർക്ക് ലഭിച്ചാൽ പോലും അത് അവർക്ക് യാതൊരു നിലക്കുള്ള ഉപകാരം നൽകുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഈ ആയത്തിൽ നമുക്ക് അറിയിച്ചു തരുന്നത്. വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അൻ യുഅമ്മർ, അവന് ദീർഘായുസ് നൽകപ്പെടുന്നത് അവനെ ശിക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നതല്ല താനുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് അത് അവർക്ക് അവരുടെ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും തന്നെ അവരെ തടഞ്ഞു നിർത്തുകയില്ല, അതവർക്കൊരു ഗുണവും നൽകുകയില്ല എന്ന് ഈ ആയത്ത് അറിയിക്കുന്നത്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടറിയാം അവർ അള്ളാഹുവോടും റസൂലിനോടും ധിക്കാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ അമലുകൾ പരിശോധിച്ചാൽ നാളെ പരലോകത്തേക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രവർത്തനവും അവരുടെ അമലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ സഹോദരങ്ങൾ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ദുനിയാവിൽ ആയുസ് നീട്ടിക്കിട്ടുകയാണ് എങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ജനങ്ങളിൽ ഉത്തമൻ തന്റെ ആയുസ് വർദ്ധിക്കുകയും അമൽ നന്നാവുകയും ചെയ്തവനാണ് എന്ന് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. ഇമാം അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിക്ക് ആയുസ് വർദ്ധിക്കുകയാണ് എങ്കിൽ അത് ആ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ നന്നാക്കുവാനും അങ്ങനെ അതുവഴി ഉത്തമനായ നല്ല ഒരു വ്യക്തിയായി അള്ളാഹുവിന്റെ മുന്നിൽ മാറുന്ന അവസ്ഥയാണ് സത്യവിശ്വാസിക്ക് ആയുസ് ദീർഘിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. എന്നാൽ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവന് 1000 കൊല്ലത്തെ ദീർഘായുസ് കിട്ടിയാലും അതിൽ യാതൊരു ഉപകാരവുമില്ല എന്നാണ്. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തിന്മകളിൽ നാളെ പരലോകത്ത് അവന് ലഭിക്കാൻ പോകുന്ന ശിക്ഷയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്, 5 കാര്യങ്ങളെ കുറിച്ച് ഒരടിമ ചോദിക്കപ്പെടുന്നത് വരെ ഒരാളുടെ കാൽപാദങ്ങൾ നാളെ അന്ത്യനാളിൽ നീങ്ങിപ്പോവുകയില്ല എന്നാണ്. എന്നിട്ട് ആ അടിമയോട് ചോദിക്കുന്ന കാര്യം എന്താ? തന്റെ ആയുസ്സിനെ കുറിച്ച് അത് എന്തിലാണ് നശിപ്പിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതിനുശേഷം തന്റെ യൗവനത്തെ കുറിച്ച് ചോദിക്കും, അത് എന്തിലാണ് ക്ഷയിപ്പിച്ചു എന്ന്. അതുപോലെ തന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, അത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്ന്, അത് എന്തിലാണ് ചിലവഴിച്ചത് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുപോലെ തന്റെ അറിവിനെ കുറിച്ചും അള്ളാഹു ചോദിക്കും, ആ അറിവ് കൊണ്ട് എന്ത് കർമ്മമാണ് ചെയ്തത് എന്നായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദ്യം. ഈ 5 ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാതെ ഒരാളുടെ കാൽപാദങ്ങൾ നാളെ അന്ത്യനാളിൽ ചലിപ്പിക്കാൻ കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിലും രേഖപ്പെടുത്തിയ ഇമാം അൽബാനി റഹിമഹുല്ലാ ഹസനാണ് എന്ന് വിശേഷിപ്പിച്ച ഹദീസ്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമക്ക് ആയുസ് ദീർഘിച്ചു കിട്ടിയാൽ ആ ആയുസ് എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കും. അപ്പോ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം സത്യനിഷേധത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ സ്വഭാവമുള്ള ഈ ആളുകൾക്ക് അവരുടെ അമലുകൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. അത് വലിയ ഒരു നഷ്ടമായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു എന്ന്. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ 42 സ്ഥലങ്ങളിലാണ് അള്ളാഹുവിന്റെ അൽ ബസീർ എന്ന നാമം വന്നിട്ടുള്ളത്. തെളിഞ്ഞതാണോ മറഞ്ഞതാണോ എന്ന വ്യത്യാസമില്ലാതെ, അടുത്തുള്ളതാണോ ദൂരെയുള്ളതാണോ എന്ന വ്യത്യാസമില്ലാതെ, ചെറുതോ വലുതോ ഗോചരമോ അഗോചരമോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാം സൂക്ഷ്മമായി കാണുന്നവൻ എന്നതാണ് അള്ളാഹുവിന്റെ അൽ ബസീർ എന്ന നാമം അർത്ഥമാക്കുന്നത്. എന്ന സഹോദരങ്ങളെ, എല്ലാം സൂക്ഷ്മമായി അള്ളാഹു കാണുന്നവനാണ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ഇസ്ലാമിക വിശ്വാസത്തിന്റെ മൗലികമായ ഒരു തത്വം ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതെന്താ? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒരു വസ്തുവുമില്ല, യാതൊന്നുമില്ല എന്ന വിശ്വാസം. ഈ കാര്യം എല്ലാ സമയവും നമ്മൾ അള്ളാഹുവിന്റെ നാമം പഠിക്കുമ്പോൾ ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ച ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു നിയമം, ഇത് സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. അതെന്താ? ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെ പോലെ യാതൊന്നുമില്ല, അവൻ അസ്സമീഹാണ്, അൽ ബസീറാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സാധാരണ ജീവനുള്ള സൃഷ്ടികളിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. കേൾവി എന്ന് പറയുന്നതും അതുപോലെ തന്നെ കാഴ്ച എന്ന് പറയുന്നതുമായ വിശേഷണങ്ങൾ ഇത് സാധാരണ നമ്മൾ മറ്റു സൃഷ്ടികളിൽ കണ്ടുവരുന്നതാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാഴ്ചയുള്ളവനാണ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ സൃഷ്ടികളെ പോലെയല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു അവൻ കാഴ്ചയുള്ളവനാണ്, കേൾവിയുള്ളവനാണ് എന്നൊക്കെ പറയുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ ഇത്തരം സിഫത്തുകളിൽ നമ്മൾ
അള്ളാഹുവിനോട് ആർക്കെങ്കിലും തുല്യത കൽപ്പിക്കുകയാണ് എങ്കിൽ, സമത്വം കൽപ്പിക്കുകയാണ് എങ്കിൽ, അത് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള, ശിർക്ക് കലർന്നുകൊണ്ടുള്ള വിശ്വാസമായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവമായി കാണേണ്ട, വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു അൽ ബസീറാണ് എന്ന് പറയുമ്പോൾ, അതായത് അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ ആ കാഴ്ച അത് അള്ളാഹുവിന്റെ പരിശുദ്ധിക്കും മഹത്വത്തിനും യോജിക്കുന്ന വിധത്തിലുള്ള യഥാർത്ഥമായ ഒരു കാഴ്ചയാണ്. മറ്റു സൃഷ്ടികൾക്ക് ആർക്കും തന്നെ ഇല്ലാത്ത, അള്ളാഹുവിന് മാത്രമുള്ളതായി വകവെച്ചു കൊടുക്കേണ്ട, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ട അള്ളാഹുവിന്റെ കാഴ്ചയാണ്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ത്വരീഖുൽ ഹിജ്റത്തൈൻ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ ഈ നാമത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അൽ ബസീർ എന്നാൽ അവൻ തന്റെ കാഴ്ചയുടെ പൂർണ്ണതയാൽ ചെറു ഉറുമ്പിന്റെ സൃഷ്ടിപ്പിലെ ഘടനകളും അതിന്റെ അവയവങ്ങളും മാംസവും രക്തവും മജ്ജയും നാഡികളും അവൻ കാണും. ഇരുണ്ട രാവുകളിൽ കരിമ്പാറയിലെ അതിന്റെ ചലനവും അവൻ കാണുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അൽ ബസീർ എന്ന നാമത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ അൽ ബസീർ എന്ന നാമം നമ്മൾ ശരിയായ രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും ഈ നാമം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു എന്നിലേക്ക് നോക്കുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിക്കുവാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സാധിക്കുമെന്നതാണ് പണ്ഡിതന്മാര് വിശദീകരിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അലക്കിലെ 14-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അലം യഅലം ബി അന്നല്ലാഹ യറാ, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന് അള്ളാഹുവാണ് ചോദിക്കുന്നത്. അപ്പോ അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന ഒരു ചിന്ത അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു നല്ല ഗുണമായിരിക്കണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ ആ ഇബാദത്ത് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ അവിടെ ഈ ഒരു ഗുണം, അതായത് അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഉന്നതമായ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ സുദീർഘമായ ഒരു ഹദീസിൽ എന്താണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു തരികയാണ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാ, അല്ലാഹുവിനെ താങ്കൾ ആരാധിക്കണം, അല്ലാഹുവിനെ താങ്കൾ കാണുന്നത് പോലെ, ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അവനെ, അതായത് അല്ലാഹുവിനെ താങ്കൾ കാണുന്നില്ല എങ്കിലും അവൻ താങ്കളെ കാണുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. അപ്പോ അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ആയിരിക്കണം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ആയിരിക്കണം നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കേണ്ടത്. ഈ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടായാൽ മാത്രമാണ് സഹോദരങ്ങളെ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുന്ന, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഈമാനുള്ള വ്യക്തിയാകുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കാണുന്നുണ്ട്, അള്ളാഹു അൽ ബസീറാണ് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാൻ പാടില്ലാത്തതാണ്. സൂറത്തു ശുഅറായിലെ 217 മുതൽ 219 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, അള്ളാഹു നമ്മോട് പറയുകയാണ്, വതവക്കൽ അലൽ അസീസിർ റഹീം, പ്രതാപിയും കരുണാനിധിയുമായിട്ടുള്ളവനെ നീ ഭരമേൽപ്പിക്കുക, അല്ലദീ യറാക ഹീന തഖൂം, നീ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്നെ കാണുന്നവനത്രേ അവൻ, വതഖല്ലുബക ഫിസ് സാജിദീൻ, സാഷ്ടാംഗം ചെയ്യുന്നവരുടെ, അതായത് സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള നിന്റെ ചലനവും അവൻ കാണുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 96-ാമത്തെ ആയത്തിലേക്ക്, ഈ ആയത്തിന്റെ ആശയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് എങ്കിൽ അവിടെ നമുക്ക് ഈ ആയത്ത് അറിയിച്ചു തരുന്നത് അള്ളാഹുവിന്റെ ഒരു അടിമക്ക് ആയുസ് ദീർഘിച്ചു കിട്ടിയാൽ ആ ആയുസ് എന്തിലാണ് ഉപയോഗിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പോ സത്യനിഷേധികളും ധിക്കാരികളുമായ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സ്വഭാവങ്ങളും വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്
എന്നാണ് ഈ ആയത്ത് ചെയ്യുന്നത്. അള്ളാഹു അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് ഈ യഹൂദികൾ പ്രവർത്തിച്ചതിനൊക്കെ കൃത്യമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത അക്രമങ്ങളുടെ കണക്കനുസരിച്ചു കൊണ്ട് അവർക്ക് ശിക്ഷ നൽകുന്നതാണ് എന്ന ഒരു താക്കീതാണ് വാസ്തവത്തിൽ ഈ ആയത്ത് അറിയിക്കുന്നത്. സഹോദരങ്ങളെ, ഇതോടുകൂടി സൂറത്തുൽ ബഖറയിലെ ഈ 96-ാമത്തെ ആയത്തിന്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാം എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ 1000 سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَن يُعَمَّرَ والله بصير بما يعملون. സൂറത്തുൽ ബഖറയിലെ 96-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില പാരായണ നിയമങ്ങളുണ്ട്. ഒന്നാമതായി വലതജിദന്നഹും എന്ന വാക്കിലുള്ള നൂനിൻ്റെ മേലെ ഷദ്ദ് എന്നതുകൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അഹ്റസന്നാസി അവിടെയും 2 ഖദർ മണിക്കേണ്ടതാണ്. ഹയാത്തിൻ വമിനല്ലദീന അവിടെ തൻവീന് ശേഷം വാവ് വന്നു. അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വാവ്. തൻവീൻ്റെ ശബ്ദം വാവിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഹയാത്തിൻ വമിനല്ലദീന. ലൗ യുഅമ്മറു അവിടെ മീമിൻ്റെ മേലെ ഷദ്ദ് വന്നതുകൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. അൽഫസനതി വമ അവിടെയും അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. ഹയാതി വമിന എന്ന ഉദാഹരണം പോലെ തന്നെ. വമാ ഹുവ ബിമുസഹ്സിഹിഹി ഇത് അല്പം ദൈർഘ്യമുള്ള ഒരു പദമായതുകൊണ്ട് തന്നെ ഓരോ വാക്കും ഉച്ചരിക്കുമ്പോൾ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഹ എന്ന അക്ഷരം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. വമാ ഹുവ ബിമുസഹ്സിഹിഹി അൻ യുഅമ്മർ സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. വല്ലാഹു ബസീറും ബിമാ അവിടെ തൻവീന് ശേഷം ബാ വന്നതുകൊണ്ട് തന്നെ അൽ ഇഖ്ലാബാണ് നിയമം. തൻവീനിൻ്റെ ശബ്ദം മീമിൻ്റെ ശബ്ദമാക്കി മാറ്റി മറിച്ച് മണിച്ചു കൊണ്ടുപോകേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ 1000 سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَن يُعَمَّرَ والله بصير بما يعملون.